തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റ സ്നേഹമുള്ള സഹോദരരെ, വിശുദ്ധ പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ. പിതാക്കന്മാരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണ്ണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലെയുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതികൾ, അത് എന്തെങ്കിലും ബാഹ്യമായ ചില സാംസ്കാരിക ഘടകങ്ങൾ, സാംസ്കാരിക രീതികൾ, ശൈലികൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കല്ല അതിൻ്റെ സൂചന എന്നുള്ളത് ഈ കുഞ്ഞാടിൻ്റെ അമൂല്യ രക്തം വഴിയുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള സൂചന വഴി വ്യക്തമാകുന്നുണ്ട്. ആന്തരികമായ ആഴമായ ആത്മീയ തലത്തിലുള്ള വിടുതലാണ്. പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വ്യർത്ഥമായ കാര്യങ്ങൾ, അതിൽ നിന്നുള്ളൊരു വീണ്ടെടുപ്പ്. എന്താണ് ഈശോ അത് ഉദ്ദേശിക്കുക? നമ്മുടെ വേദിയിൽ ഈ നാളുകളിൽ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈശോ, സഭയുടെ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഈ ലോകത്തിൻ്റെ പാപമെന്ന് പറയുന്നത് ആദ്യ മാതാപിതാക്കന്മാരുടെ ഉത്ഭവ പാപവും അതോട് ചേർന്ന് പിന്നീട് ജീവിച്ച മറ്റു മനുഷ്യർ ചെയ്ത പാപങ്ങളും ഒരുമിച്ച് കൂടി ഈ ലോകത്തിൽ വന്നിരിക്കുന്നൊരു പാപത്തിൻ്റെ അവസ്ഥയാണ്. ഉത്ഭവപാപവും ആളുകളുടെ വ്യക്തിപരമായ പാപവും ചേർന്ന് ഈ ലോകത്തിൽ 3 തലങ്ങളിൽ തിന്മ പതിഞ്ഞ് പൈശാചികമായ സ്വാധീനങ്ങളൊക്കെ ഉള്ള വഴി തുറന്നിട്ടുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. 3 തലങ്ങൾ നമ്മൾ നിരീക്ഷിച്ചതാണ്. ഒന്ന്, ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലുള്ള അടിമത്തങ്ങളും ആന്തരിക ആസക്തികളുടെ സംഘർഷം നിറഞ്ഞ അവസ്ഥകളും ബലഹീനതകളും വീഴ്ചകളും അകൽച്ചകളും എല്ലാം, അങ്ങനെ വ്യക്തിജീവിതത്തിൻ്റെ എല്ലാ തകർച്ചകളും പാപചാച്ചലുകളും. രണ്ടാമത്തേത്, ഈ പ്രപഞ്ചത്തിൻ്റെ ഭൗതിക തലങ്ങളുടെ മേൽ വന്ന് ഭവിച്ച നീ മൂലം അരുതെന്ന് ഞാൻ പറഞ്ഞ പഴം തിന്നത് വഴി ഈ മണ്ണ് ശപിക്കപ്പെട്ടതായി തീർന്നിരിക്കുന്നു. ഉൽപ്പത്തി 3:14 തിരുവചനം അത് പറയുന്നു. അങ്ങനെ ആ വചനത്തിൽ വെളിപ്പെടുന്ന പോലെയുള്ള ഒരു ശാപം പതിഞ്ഞ അവസ്ഥ ഈ പ്രപഞ്ചം മുഴുവൻ്റെ മേലും. അവിടെ ഈശോ സുവിശേഷം പ്രസംഗിക്കാൻ അപ്പസ്തലന്മാരെ അയക്കുമ്പോൾ ലോകം മുഴുവനും പോയി സകല സൃഷ്ടികളും സുവിശേഷം പ്രസംഗിക്കണം എന്ന് ഈശോ നിഷ്കർഷിക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ്. റോമാലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ 19 മുതലുള്ള വാക്യങ്ങളിൽ ഈ സൃഷ്ടപ്രപഞ്ചം ദൈവമക്കൾ വെളിപ്പെടാൻ വേണ്ടി ഈറ്റുനോവ് അനുഭവിച്ച് നെടുവീർപ്പിട്ട് കാത്തിരിക്കുന്നത്. കാരണം അത് വ്യർത്ഥതയ്ക്ക്, അടിമത്തത്തിന് അടിപ്പെട്ടിരിക്കുന്നു, ജീർണതയ്ക്ക് അടിപ്പെട്ടിരിക്കുന്നു. അതിനെ പ്രത്യാശ കൊടുത്ത് അധീനമാക്കിയവൻ്റെ മനുഷ്യനാണ്. മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരം മനുഷ്യന് പാപം ചെയ്തപ്പോൾ സംഭവിച്ചതാണ് എന്നുള്ള വചനം, ആ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നതും പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങളിൽ പെടുന്നതായിട്ട് എൻ്റെ ഭാഗമായിട്ട് പ്രപഞ്ചം മുഴുവനും വന്നിരിക്കുന്ന ജീർണതയെക്കുറിച്ച് പഠിപ്പിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചതാണ്. വീട്, വെഞ്ചിരിപ്പ് മുതലായ കാര്യങ്ങൾ, ജെറിക്കോ പ്രാർത്ഥന, അങ്ങനെയൊക്കെയുള്ള ആത്മീയ പരിശ്രമങ്ങൾ വഴി ഈ പ്രപഞ്ചത്തിൻ്റെ മേലുള്ള വസ്തുക്കളുടെ മേലുള്ള ജീർണതയെ വിടുവിക്കാൻ സാധിക്കും. ദൈവമക്കളെ നമ്മൾ മാറിക്കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വേദിയിൽ പരിചിന്തന വിഷയമാക്കിയതാണല്ലോ. മൂന്നാമത്തെ ഒരു തരം നമ്മൾ ഈ വേദിയിൽ ഈ നാളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തലമുറകളിലേക്ക് കടന്നു വരുന്ന ദുസ്വാധീനങ്ങളാണ്. ഉൽപ്പത്തി 3:15 വാക്യത്തിൽ നീയും സ്ത്രീയും തമ്മിൽ ശത്രുത എന്ന് പറയുന്ന ആ വാക്യത്തിൽ നീയും സ്ത്രീയും തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞ് തൊട്ടടുത്ത് ചേർത്ത് പറയുകയാണ്, നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ. പിശാചിന് സന്തതി ഇല്ല എന്ന് നമുക്കറിയാം. പക്ഷേ തലമുറകളിലേക്ക് കടന്നു വരുന്ന ഈ ഒരു തിന്മയുടെ സ്വാധീനത്തിലേക്കാണ് അതിൻ്റെ വിരൽ ചൂണ്ടുന്നത്. ആദവും ഹവ്വയും ചെയ്ത പാപം
അവരെ കൊണ്ട് മാത്രം അതിൻ്റെ ദുരന്ത ഫലങ്ങൾ തീരുന്നില്ല, മക്കളിലേക്ക് അത് കൈമാറി കടന്നു വരുന്നു. അങ്ങനെ കടന്നു വരുന്നതായ ദുസ്വാധീനങ്ങൾ ഉത്ഭവപാപം എന്നുള്ള ഒരു വലിയ ആത്മീയ പ്രാഥമിക പാഠത്തിലൂടെ സഭ അതേക്കുറിച്ച് ഗൗരവമായിട്ട് പഠിപ്പിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ ദിവസങ്ങൾ ശ്രദ്ധിച്ചതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ പിതാക്കന്മാരും നിങ്ങൾ ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതികളെന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണ്ണമോ കൊണ്ടല്ല, മറിച്ച് അമൂല്യമായ കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ പോലെയുള്ള യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ അമൂല്യ രക്തം കൊണ്ടത്രേ. ആ രക്തം ഈശോ ചിന്തിയത് കുരിശിലാണ്. അപ്പോൾ കുരിശിലെ ബലിയിലൂടെയുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചാണ്. പിശാചൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന് പ്രത്യക്ഷനായത്. ആ നശിപ്പിക്കൽ ഈശോ ചെയ്തത് തൻ്റെ കുരിശിലെ ബലിയിലൂടെയാണ്. ഈ ഒരു ആത്മീയ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൻ്റെ സ്വന്തമായ കുടുംബ തലങ്ങളിലേക്കുള്ള ഉൾക്കാഴ്ചയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതിലധികമായി ആദവും ഹവ്വയും മുതൽ ഉത്ഭവത്തിലൂടെ ഇങ്ങോട്ട് ഒഴുകിയിറങ്ങുന്ന ഒരു പാപത്തിൻ്റെ അധപ്പതിച്ച അവസ്ഥ, ആസക്തികളെ കലുഷിതമായ അവസ്ഥ, പിന്നീട് ആദത്തിനും ഹവ്വയ്ക്കും നമുക്കുമിടയിൽ കടന്നു വന്ന നമ്മുടെ പിതാമഹന്മാരുടെയും മഹതികളുടെയും ജീവിതത്തിൻ്റെ ബലഹീനതകളുടെയും വീഴ്ചകളുടെയും ഒക്കെ ഫലമായി രൂക്ഷിതമായത്, വർത്തമാനമായത് നമ്മിലേക്കൊരു വലിയ ദുസ്വാധീനമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇതൊരു വലിയ ദൈവിക വെളിപ്പെടുത്തലാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആഴപ്പെട്ട് നിൽക്കുന്നതാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ ഈശോ യഹൂദരോട്, നിയമജ്ഞരോട്, പ്രീശന്മാരോട് പ്രത്യേകിച്ച് ശകാരിച്ചുകൊണ്ട് സംസാരിക്കുമ്പം വളരെ രോഷത്തോട് പറയുന്നൊരു കാര്യമാണല്ലോ 35-36 വാക്യങ്ങളിൽ. നിരപരാധനായ ആബേലിൻ്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ വെച്ച് നിങ്ങൾ വധിച്ച ബറാക്കിയയുടെ പുത്രനായ സക്കറിയയുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെയും രക്തം നിങ്ങളുടെ മേൽ പതിക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം ഈ തലമുറയ്ക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. മുൻ തലമുറയിൽപ്പെട്ട വ്യക്തികളുടെ തിന്മകളൊന്നും താഴെ ആരിലേക്കും വരുന്നില്ല എന്നൊരു ചിന്ത ചിലപ്പോഴൊക്കെ നമ്മൾ കയറാറുണ്ട്. പഴയ നിയമത്തിൽ എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ പിതാക്കന്മാർ പൊളിച്ച മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പൊളിച്ചു എന്നുള്ള ചൊല്ല് ഇസ്രായേൽ ദേശത്ത് ഇനി ഒരിക്കലും കേൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനഭാഗം നമുക്കറിയാം. എസെക്കിയേൽ 18-ാം അധ്യായത്തിൽ 1 തിരുവചനങ്ങളിൽ ഈ വചനം വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പെട്ടെന്നത് നമ്മൾ ഒരു തെറ്റിദ്ധരിച്ച് ഇങ്ങനെയുള്ള സ്വാധീനങ്ങളൊന്നും ഇല്ല എന്നാണ് അതുവഴി ദൈവം പഠിപ്പിക്കുന്നത് എന്ന് ചിന്തയിലേക്ക് പോകാറുണ്ട്. മറിച്ച് അവിടെ പഠിപ്പിക്കുന്നത് എന്താണ്? പാപം ചെയ്യുന്ന വ്യക്തി മാത്രമാണ് പാപത്തിൻ്റെ പരിഹാരം ശിക്ഷ എടുക്കേണ്ടത്. പാപം ചെയ്യാത്ത മക്കൾക്ക് അതിൻ്റെ പേര് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല എന്നുള്ള പ്രബോധനമാണ് അവിടെ തരുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ വിധി ശ്രദ്ധിച്ചതാണ്. സഭയുടെ ഔദ്യോഗികമായ മതബോധന ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തി പാപകരമായി തീരുന്നത് എന്ന് സഭ വ്യക്തമാക്കുന്നുണ്ട്. അവിടെ പറയുന്നത് നമ്മൾ അറിവോടെ സമ്മതത്തോടെ ചെയ്യുന്ന പ്രമാണ ലംഘനമാണ് പാപം. അത് ഗൗരവമുള്ള പ്രമാണം ലംഘിക്കുന്നു, വലിയ അറിവോടെ, പൂർണ്ണ സമ്മതത്തോടെ, അതനുസരിച്ച് ആ പ്രവൃത്തി മാരകമായി തീരും. ഈ ഒരു ആത്മീയ തത്വത്തിൻ്റെ ആപ്ലിക്കേഷനാണ് നമുക്ക് എസെക്കിയേൽ 18 കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: കർത്താവ് എന്നോട് അരുളി ചെയ്തു, പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ആ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്ന എന്തിന്? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ഈ പഴമൊഴി ഇനി ഒരിക്കലും ഇസ്രായേൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല. എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്, പിതാവിൻ്റെ ജീവൻ എന്നവർ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ്. പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു 3 തലമുറയെക്കുറിച്ച് ആ അധ്യായത്തിൽ എസെക്കിയേൽ വഴി ദൈവം ഓർപ്പിക്കുകയാണ്. 3 തലമുറ. 1-ാം തലമുറയിൽപ്പെട്ട ഒരു മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ പറയാം 5-ാം വാക്യത്തിൽ: ഒരുവൻ നീതിമാനും നീതിയും ന്യായവും അനുസരിച്ച് പ്രവർത്തിക്കുന്നവനും ആണെന്നിരിക്കട്ടെ. എന്നിട്ട് അവൻ്റെ നീതിയെക്കുറിച്ച് കുറേ കാര്യം പറയുകയാണ്. അവൻ പൂജാഗിരികൾ വെച്ച് ഭക്ഷിക്കുകയോ ഇസ്രായേലിൻ്റെ വിഗ്രഹങ്ങളുടെ നേർക്ക് കണ്ണുയർത്തുകയോ ചെയ്യുന്നില്ല. അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആരെ പീഡിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ പറഞ്ഞ് കുറേ നീതിയുടെ കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ട് 9-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ
അവനാണ് നീതിമാൻ, അവൻ തീർച്ചയായും ജീവിക്കും, ദൈവമേ കർത്താവ് അരുളി ചെയ്യുന്നു. ഇങ്ങനെ ഒരു മനുഷ്യനെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ്റെ മകനെക്കുറിച്ച് പറയുകയാണ് 10-ാം വാക്യം. എന്നാൽ അവന് കൊള്ളക്കാരനും കൊലപാതകിയുമായൊരു പുത്രനുണ്ടെന്നിരിക്കട്ടെ, അവൻ തൻ്റെ പിതാവ് ചെയ്തിട്ടില്ലാത്ത തിന്മകൾ ചെയ്തു. അപ്പൻ നീതിമാനാണ്, പക്ഷേ മകൻ കൊള്ളരുതാത്തവനാണ്. ഈ മകൻ തിന്മകൾ ചെയ്യുന്നു. എന്നിട്ട് കുറേ തിന്മകൾ എണ്ണി പറയുകയാണ്. പൂജാഗിരികൾ വെച്ച് ഭക്ഷിക്കുകയും അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയും ദരിദ്രരെ അഗതികളെ പീഡിപ്പിക്കുകയും കൊള്ള ചെയ്യുകയും അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഇവിടെ വിഗ്രഹങ്ങളുടെ നേരെ കണ്ണുയർത്തുകയും ഇടച്ചത് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയെങ്കിൽ 11-ാം വാക്യം, അങ്ങനെയെങ്കിൽ അവൻ ജീവിക്കുമോ? ഇല്ല. ഈ മ്ലേച്ഛതകളൊക്കെ പ്രവർത്തിച്ചത് കൊണ്ട് അവൻ തീർച്ചയായും മരിക്കും, അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ പതിക്കും. എന്നാൽ 14-ാം വാക്യം, ഈ മനുഷ്യന് ഒരു പുത്രൻ ജനിക്കുകയും, 3-ാം തലമുറയെക്കുറിച്ച് പറയുകയാണ്, ഒരു പുത്രൻ ജനിക്കുകയും അവൻ തൻ്റെ പിതാവിൻ്റെ പാപം കണ്ട് ഭയപ്പെട്ട് അതുപോലെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്തെന്നിരിക്കട്ടെ. അവന് പിന്നെ എണ്ണി പറയുകയാണ്, അവൻ്റെ നന്മകൾ പൂജാഗിരിയെ വെച്ച് ഭക്ഷിക്കുന്നില്ല, വിഗ്രഹങ്ങളുടെ നേർക്ക് തിരിയുന്നില്ല, അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുന്നില്ല, അങ്ങനെ അകൃത്യങ്ങളെല്ലാം ഒഴിവാക്കി അങ്ങനെ ജീവിക്കുമ്പോൾ 17-ാം വാക്യം, അങ്ങനെയെങ്കിൽ അവൻ തൻ്റെ പിതാവിൻ്റെ അകൃത്യങ്ങൾ മൂലം മരിക്കുകയില്ല, അവൻ തീർച്ചയായും ജീവിക്കും. അപ്പം ഇങ്ങനെ 3 തലമുറയിലെ ആൾക്കാരെ എണ്ണി നന്മ നിറഞ്ഞ വ്യക്തി, തിന്മയുള്ള വ്യക്തി, വീണ്ടും നന്മയുള്ള വ്യക്തി, അങ്ങനെ പറഞ്ഞിട്ട് 20-ാം വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക. പുത്രൻ പിതാവിൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രൻ്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല. നീതിമാൻ തൻ്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും. ഇതേ കാര്യം തന്നെ എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 12 തിരുവചനങ്ങളിലും വീണ്ടും പറയുന്നുണ്ട്. നിങ്ങളുടെ മധ്യേ 3 വിശുദ്ധ വ്യക്തികളെ പറ്റി സൂചിപ്പിക്കുകയാണ്. 3 വിശുദ്ധ വ്യക്തികൾ, നോഹ, ദാനിയേൽ, ജോബ് എന്നീ 3 പേർ ഒരു നാട്ടിലുണ്ടായിരിക്കെ ആ നാട് മുഴുവൻ തിന്മ ചെയ്യാനായിട്ട് പോയാൽ ആ തിന്മ ചെയ്യുന്ന ജനം നശിക്കും, ഈ 3 പേർ രക്ഷപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് എസെക്കിയേൽ 14-12 മുതൽ 20 വാക്യങ്ങളിലും ആവർത്തിച്ച് പറയുകയാണ്. വ്യക്തിപരമായ ഉത്തരവാദിത്വം എന്നുള്ള ഹെഡിങ് വിവൃത്തർ കൊടുത്തിട്ടുമുണ്ട്. ഈ വചനഭാഗങ്ങളുടെ വ്യാഖ്യാനം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് പാപം ചെയ്യുന്ന വ്യക്തിയാണ് പാപത്തിന് ഉത്തരിക്കേണ്ടത്. നമ്മൾ സഭയുടെ കത്തോലിക്ക മതപരത്തിൽ കണ്ടതുപോലെ 3 കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. വ്യക്തികൾക്ക് അറിവോടെ സമ്മതത്തോടെ ദൈവവചനം പ്രമാണം ലംഘിക്കുന്നു, ആ വ്യക്തിക്ക് പാപമുള്ളൂ. പക്ഷേ ഉത്ഭവപാപത്തിൽ പറയുന്നത് ഈ പാപത്തിൻ്റെ ഫലമായി ചോർന്നു പോയ കൃപ അല്ല അധപ്പതിച്ചു പോയ പ്രകൃതി പ്രജനനത്തിലൂടെ മക്കളിലേക്ക് പകർന്നു കിട്ടുന്നു. അത് മക്കൾ ഇൻഹെറിറ്റ് ചെയ്തിട്ട് പാരമ്പര്യമായിട്ട് സ്വീകരിച്ചെടുത്തിട്ട് അതിൻ്റെതായ ഞെരുക്കത്തിൽ അവർ ജീവിക്കുന്നു. ആ ഞെരുക്കത്തിൻ്റെ ഫലമായി അവർ പാപത്തിലേക്ക് കൂടുതൽ തിരിഞ്ഞിരിക്കുന്നു, പാപത്തിൽ വീഴാൻ കൂടുതൽ ഇടവരുന്നു. അങ്ങനെ അധപ്പതിച്ച പ്രകൃതം പ്രജനനത്തിലൂടെ പകർന്നു കിട്ടുന്നത് അതാണ് ഉത്ഭവപാപം. ആദവും ഹവ്വയും ചെയ്ത പാപം അവരുടെ മാത്രം പ്രവൃത്തി. ഇപ്പോൾ നമ്മൾ എസെക്കിയേൽ 18-ലും 14-ലും കണ്ടതുപോലെ പുളിച്ച മുന്തിരിങ്ങ തിന്നു, അതിൻ്റെ പേരിൽ മക്കൾക്കാർക്കും ഒരു പോരായ്മയും വരില്ല എന്ന് പറയുന്ന വചനം അതേപടി നമ്മൾ ആദം ഹവ്വയിലേക്ക് അപ്ലൈ ചെയ്താൽ ആദവും ഹവ്വയും പാപം ചെയ്തെങ്കിൽ അവർ മാത്രം സഹിച്ചാൽ പോരെ, അവർ മാത്രം പ്രതിഷ്ഠ പുറത്തായി പോരെ. മക്കൾ എന്തിനാണ് പുറത്താകുന്നത്? മക്കളുടെ മനുഷ്യവശം മുഴുവൻ എന്തിനാണ് അവസ്ഥയിലേക്ക് പോകുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അങ്ങനെയല്ല. ബൈബിളിൻ്റെ ആദ്യ നാളുകൾ മുതൽ യഹൂദ വിശ്വാസത്തിലും ക്രൈസ്തവ വിശ്വാസത്തിലും ഈ ഒരു അധപ്പതിച്ച അവസ്ഥയുണ്ട്. പാദവും ചെയ്ത ഒറ്റ പാപം മനുഷ്യർക്ക് മുഴുവനെ അധപ്പതിച്ചുവെങ്കിൽ പിന്നീട് വന്ന ഓരോ പിതാമഹന്മാരും അഹതികൾ ചെയ്ത സകല പാപങ്ങളും അവരുടെ സന്തതി പരമ്പരയെ അധപ്പതിപ്പിച്ചിട്ടുണ്ട്, അത് ദുഷിച്ച അവസ്ഥയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതെല്ലാം കൂടി ചേർന്നതാണ് ലോകത്തിൻ്റെ പാപം. അത് നീക്കാനാണ് ഈശോ കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഈ ഒരു വചനഭാഗത്തെ കാണേണ്ടതായിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ൽ നമ്മൾ ശ്രദ്ധിച്ചല്ലോ, ആബേൽ മുതൽ സക്രിയ വരെ ഈ ഭൂമിയിൽ ചൊരിയപ്പെട്ട സകല നീതിമാന്മാരുടെയും രക്തം ഈ തലമുറയുടെ മേൽ പതിക്കും എന്ന് അവിടെ ഈശോ തെളിച്ചു പറയുകയാണ്. പാപം ചെയ്തത് പൂർവികരാണ്, പിതാമഹന്മാരാണ്. അവരാണ്. ആബേലിനെ കൊന്ന കായേനാണ്. പക്ഷേ ആ ആബേലിൻ്റെ രക്തം ചൊരിഞ്ഞതിൻ്റെ തിന്മ ഈ തലമുറ, ഈശോയുടെ ചുറ്റും നിൽക്കുന്ന ഈ തലമുറ എങ്ങനെ പതിക്കും? അതിൻ്റെ നീതി എന്താണ്? നമ്മൾ ഈ പറയുന്ന പോലെ ആണെങ്കിലും, മറിച്ച് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഉത്ഭവപാപത്തിലൂടെ അധപ്പതിച്ച പ്രകൃതം കൈമാറി പ്രജനനം വഴിയായിട്ട് വന്നതുപോലെ മനുഷ്യ മക്കളിലേക്ക് പിതാമഹന്മാരുടെ
അവരുടെ ജീവിതകാലത്തെ തിന്മകൾ ഇങ്ങനെ പ്രജനനത്തിലൂടെ കൈമാറി കടന്നു വന്ന് അതൊരു ദയനീയ അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊരു ഉത്തരമില്ലാത്ത അവസ്ഥയല്ല, അതിനൊരു വീണ്ടെടുപ്പുണ്ട്. എവിടെയാണ് ആ വീണ്ടെടുപ്പ്? അതാണ് ഈ മത്തായി 23:37 തിരുവചനങ്ങളിൽ ഈശോ പറയുന്നത്, ജെറുസലേം ജെറുസലേം, പ്രവാചകന്മാരെ വധിക്കുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകുകൾക്കുള്ളിൽ കാത്തുകൊള്ളുന്ന പോലെ നിന്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, പക്ഷെ നിങ്ങൾ വിസമ്മതിച്ചു. ഇതാ നിങ്ങളുടെ ഭവനം പരിത്യക്തവും ശൂന്യമായി തീർന്നിരിക്കുന്നു. അപ്പോൾ ആബേൽ മുതൽ ഈ അവസാനം കൊല്ലപ്പെട്ട സക്കറിയ വരെയുള്ള പ്രവാചകന്മാരുടെ രക്തം ഈ തലമുറയുടെ മേൽ പതിക്കും എന്ന് ഈശോ പറയുമ്പോൾ അത് പതിക്കാതിരിക്കുന്നതിൻ്റെ മാർഗം ഒരുക്കി വെച്ചിട്ടാണ്. അത് പിതാവായ ദൈവം ചെയ്തിരിക്കുന്നതാണ്. ആ മാർഗം എന്താണ്? അത് ഈശോയുടെ ബലിയാണ്. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകൾക്കുള്ളിൽ ചേർക്കുന്ന പോലെ നിങ്ങളെ കാത്തുകൊള്ളുവാൻ, സന്തതികളെ ഒരുമിച്ച് കൂട്ടാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു, നിങ്ങൾ വിസമ്മതിച്ചു. തള്ളക്കോഴി ഈശോയാണ്. തള്ളക്കോഴിയുടെ ചിറകുകൾക്കുള്ളിൽ ഈശോയുടെ കുരിശിൽ വിരിക്കപ്പെട്ട കരങ്ങളാണ് ആ ചിറകുകൾ. ആ ചിറകുകൾക്കുള്ളിലേക്ക് ചേർന്ന് നിൽക്കണം. നമ്മൾ പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ കണ്ടു, പിതാക്കന്മാരിലൂടെ ഇങ്ങനെ വന്നിരിക്കുന്ന വ്യർത്ഥമായ കാര്യങ്ങൾ, അർത്ഥമില്ലാത്ത കാര്യങ്ങൾ, തിന്മയുടെ കാര്യങ്ങൾ, അതിൽ നിന്നെല്ലാം നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പ് എവിടെയാണ്? യേശു ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തത്തിലാണ്. ആ രക്തം എവിടെയാണ് ആദ്യം വീണത്? കുരിശൻ്റെ ചുവട്ടിലാണ് വീണത്. അതുകൊണ്ട് ആ കുരിശൻ്റെ ചുവട്ടിലേക്ക്, ഈശോയുടെ വിരിക്കപ്പെട്ട തറയ്ക്കപ്പെട്ട കരങ്ങളുടെ കീഴിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തി ചേർന്ന് നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലെ അഴുക്കുകളെല്ലാം ആ പരിഹാരബലിയിലേക്ക് പോവുകയാണ്. ആ വ്യക്തിയുടെ പൂർവികരിലെ, പിതാമഹന്മാരിലെ, മുൻ തലമുറകളിലെ അഴുക്കുകളും കൂടെ ഈശോയുടെ പരിഹാരബലിയിലേക്ക് പോവുകയാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ 53-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ സഹനദാസനെക്കുറിച്ച് പറയുന്ന ആ ദർശനഭാഗം നമുക്ക് പരിചയമാണല്ലോ. ഈശോയ്ക്കും ഏതാണ്ട് 700ഓളം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ശുശ്രൂഷ ചെയ്ത പ്രവാചകരാണ് യെശയ്യ. അദ്ദേഹത്തിന് ദൈവം കാണിച്ചു കൊടുത്തു ഒരു സഹനദാസൻ, അത് ഈശോയാണ്, മിശിഹ. ആ മിശിഹായുടെ സഹനദാസൻ്റെ സഹന അവസ്ഥ, അതുവഴി എന്താണ് സംഭവിക്കുന്നത്? യെശയ്യായുടെ പുസ്തകം 53:4 തിരുവചനങ്ങളിൽ, നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവന് മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ ജനം മുഴുവൻ്റെയും പാപം, തലമുറകളായുള്ള പാപം, ആദവയും മുതലുണ്ടായ സകല പാപവും, അതിൻ്റെ എല്ലാ സ്വാധീനങ്ങളും ദുസ്വാധീനങ്ങളും അവയെല്ലാം നീക്കിക്കൊണ്ട് തള്ളക്കോഴി ചിറക് വിരിച്ചു നിന്ന് സകല ആക്രമണങ്ങളെയും താൻ പ്രതിരോധിച്ചിട്ട് ചിറകിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളെ കാക്കുന്ന പോലെ കുരിശൻ്റെ കീഴിൽ നമ്മളെ കാക്കാൻ അവിടെ എന്തുമാത്രം ആഗ്രഹിച്ചു എന്ന് ഈശോ പറയുകയാണ്. അപ്പോൾ ഈ ഒരു വീണ്ടെടുപ്പിൻ്റെ വില കൊടുക്കലിൻ്റെ അനുഭവം, അവസരം മുൻപിൽ കണ്ടുകൊണ്ടും അത് തുറന്നു വെച്ചുകൊണ്ടുമാണ് ഈശോ മത്തായി 20 നമ്മൾ വായിക്കുന്നതായ ആ നൊമ്പരത്തിൻ്റെ വാക്കുകൾ പറയുന്നത്. ആബേൽ മുതൽ സക്കറിയ വരെ ഈ ഭൂമി ചെറിയപ്പെട്ട സകല നീതിമാന്മാരുടെ രക്തം ഈ തലമുറയുടെ മേൽ വീഴും. അത് ഈശോ ഒരു ആവേശത്തിനങ്ങ് പറഞ്ഞു പോകുന്നതല്ല. നമുക്കറിയാം, ഈശോ ഒരിക്കലും ആവേശത്തിന് എന്തെങ്കിലും പറയുന്ന ആളല്ല, മറിച്ച് ഓരോ വാക്കും യോഹന്നാൻ തെളിച്ച് പറയുന്നുണ്ടല്ലോ. ഈശോ പറയുന്നു, ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ച പോലെ തന്നെയാണ്. പിതാവ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ വാക്കുകൾ ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന ആളാണ് ഈശോ. ഇവിടെ ഈ 21-ാം അധ്യായത്തിൽ 29 വാക്യങ്ങളിൽ കുറച്ചുകൂടി അതിൻ്റെ പശ്ചാത്തലം വ്യക്തമാകുന്നുണ്ട്. 29 വാക്യങ്ങൾ ഈശോ ഇങ്ങനെ പറഞ്ഞു വരികയാണ്, കപട നാട്ടിക്കാര നിയമത്തിലെ പരിസരം നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ സ്മാരകങ്ങൾ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരുടെ രക്തത്തിൽ അവരുടെ ഒരു പങ്കാളികളാകുമായിരുന്നില്ല എന്ന്. അങ്ങനെ നീതിമാന്മാരെ, പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളാണെന്ന് നിങ്ങൾക്ക് തന്നെ എതിരായി സാക്ഷി നൽകുന്നു. ഇവിടെ ഈശോ എന്താ എടുത്തു പറയുന്നത്? ഇതൊരു നമ്മൾ കണ്ട ആബേലിൻ്റെ രക്തം മുതൽ എന്ന് പറയുന്നത് ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന വാക്യമല്ല, അതിന് പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം 29 നമ്മൾ കാണുകയാണ്. അവിടെ ഈശോ പറയുകയാണ്, ഈ നിയമജ്ഞരും ഫരിസേയരും ഒരു കാര്യം ചെയ്യുന്നത് ഉത്സാഹിച്ചു. എന്താണ്? അവരുടെ പൂർവികർ ഏതെങ്കിലുമൊക്കെ നൂറ്റാണ്ടുകളിൽ വധിച്ച അനേക പ്രവാചകരുണ്ട്. അതിനകത്ത് വിടുന്ന സക്കറിയ വരെ, മുകളിൽ ആബേൽ മുതൽ ഇങ്ങോട്ട് ആ പ്രവാചകന്മാർ പലരുടെ ശവകുടീരങ്ങൾ ആ ദേശത്തുണ്ട്. അങ്ങനെയുള്ള ശവകുടീരങ്ങൾ ഇവർ അലങ്കരിക്കുന്നു.
സ്മാരകങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ചെയ്തുകൊണ്ട് ഇവരൊരു കാര്യം അവകാശപ്പെടുകയാണ്. ഈശോ ചൂണ്ടിക്കാണിക്കുകയാണ്, അങ്ങനെ ഞങ്ങൾ പിതാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഈ തിന്മയ്ക്ക് കൂടുമായിരുന്നില്ല എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. പക്ഷേ ഈശോ പറയുകയാണ്, ഇങ്ങനെ ചെയ്യുക വഴി നിങ്ങൾ മലർന്ന് കിടന്ന് തുപ്പുന്ന പോലെയാണ്. നിങ്ങൾക്ക് തന്നെ എതിരായിട്ട് സാക്ഷ്യം നൽകുകയാണ്. എന്താണ് ആ സാക്ഷ്യം? 31 വാക്യം, അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളാണെന്ന് നിങ്ങൾക്ക് തന്നെ എതിരായി സാക്ഷ്യം നൽകുന്നു. നിങ്ങൾ മലർന്ന് കിടന്ന് തുപ്പുന്ന പോലെയാണ്. നിങ്ങൾ തുപ്പിക്കളയെന്ന് വിചാരിക്കും, നിങ്ങളുടെ തന്നെ വീഴുകയാണ്. ഈ സ്മാരകം ഉണ്ടാക്കുക വഴി ഞങ്ങളുടെ കാരണവന്മാർ ഒത്തിരി പ്രവാചകന്മാരെ കൊന്നിട്ടുണ്ടെന്ന് സ്ഥാപിക്കാനല്ലാതെ, അത് സാക്ഷ്യപ്പെടുത്താനല്ലാതെ, ആൾക്കാരെ ബോധ്യപ്പെടുത്താനല്ലാതെ ഒന്നിനും ഉപകരിക്കുന്നില്ല. വീണ്ടും ചോദിക്കുകയാണ്, നരകവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? 33 വാക്യം, നരകവിധി, പൈശാചികമായ സ്വാധീനങ്ങൾ നിങ്ങളുടെ മേലെ കയറി കിടക്കുന്നത്, ഈ പാപം, പിശാചിൻ്റെ പ്രവൃത്തികൾ കാരണവന്മാർ വഴി നിങ്ങളുടെ തലമുറകളിലേക്ക് വന്നതിനെ നീക്കിക്കളയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? ഈ പ്രവൃത്തികൾ ഒന്നും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിരപരാധനായ ആബേൽ രക്തം മുതൽ സക്കറിയാവിൻ്റെ രക്തം നിങ്ങളുടെ മേലെ പതിക്കും. പക്ഷെ ഇതിനെങ്ങനെ പരിഹരിക്കാൻ സാധിച്ചേനെ? ഈശോ അത് പറയുന്നത്, തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചെറുകൻ്റെ കീഴിൽ ചേർക്കുന്ന പോലെ നിങ്ങൾ ചേർക്കാൻ എൻ്റെ ഈ രക്ഷാദൗത്യം, മിശിഹ ദൈവരാജ്യ ശുശ്രൂഷ, മിശിഹായുടെ ദൗത്യം അത് നിങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ. പക്ഷേ നമുക്കറിയാം, ഈ സഹോദരങ്ങൾ, യഹൂദ സമുദായം, അവർ ചെയ്തത് വിചാരണ വേളയിൽ പിലാത്തോസിന് മുമ്പിൽ അവർ വിളിച്ചു പറഞ്ഞു, ഇവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നു കൊള്ളട്ടെ. അതിൻ്റെ ബാക്കി ഭവിഷ്യത്ത് എന്താണ് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആബേൽ മുതൽ ഈശോയുടെ ഉൾപ്പെടെയുള്ള രക്തം അത് ആർക്കും താങ്ങാൻ പറ്റുന്ന എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ആ ജനത എന്തുമാത്രം സഹനത്തിൽ കൂടെ കടന്നുപോയി. നമ്മളങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല, ആരെയും വിധിക്കാനായിട്ടല്ല. ചരിത്രം തരുന്ന പാഠങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എന്നുള്ളത് നമ്മൾ കരുതേണ്ടതാണ്. നമ്മൾ ഈ ഒരു വചന വിചിന്തനം ഉപസംഹരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളുടെ തായ് വഴികളിൽ ആദം മുതൽ നമ്മൾ സ്വന്തം അപ്പനമ്മ വരെ പൈശാചികമായ അവസ്ഥയിലേക്ക് തുറന്നു കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചു പോയ പാപങ്ങൾ വഴി കടന്നു കയറിയ സകല നാരിക സ്വാധീനങ്ങളിൽ നിന്നും നമ്മുടെ തലമുറകളെ ഈശോയുടെ ബലിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വിടുവിച്ചെടുക്കണം എന്നുള്ള വലിയൊരു ആത്മീയ പാഠം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അമൂല്യമായ യേശുക്രിസ്തുവിൻ്റെ തിരു രക്തം അതുവഴിയുള്ള വിടുതൽ നമ്മൾ സ്വന്തമാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മരിച്ചവർക്ക് വേണ്ടി കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കരുണക്കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ സാങ്കത്യവും കരുത്തും നമ്മൾ മനസ്സിലാക്കണം. പിശാചിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ തായ്വഴികളിൽ നിന്നും സമ്പൂർണ്ണമായിട്ട് നീങ്ങി തലമുറകളായുണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. ഏശയ്യാ 61:4 പറയുന്ന പോലെയുള്ളൊരു വിടുതൽ അനുഭവത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പുളിച്ച മുന്തിരിങ്ങ തിന്നുന്ന വ്യക്തി മാത്രം ആ പാപത്തിന് പരിഹാരം ചെയ്താൽ മതി, ശിക്ഷ അനുഭവിച്ചാൽ മതി. പക്ഷെ അതുവഴി വരുന്നതായ ഒരു പുളിപ്പ് മക്കളിലേക്ക് കടന്നു വരുന്നുണ്ട്, അതിൻ്റെ ദയനീയമായ ദുസ്വാധീനം വരുന്നുണ്ട് എന്നുള്ളത് വചനത്തിൻ്റെ ആഴപ്പെട്ട് നിൽക്കുന്ന പ്രബോധനമാണ്. സഭയുടെ അത് വിശ്വാസത്തിൻ്റെ ഭാഗവുമാണ്. നമുക്കതേക്കുറിച്ച് അല്പം കൂടി ആഴപ്പെട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സെഷൻ നമുക്കതേപ്പറ്റി ചിന്തിക്കാൻ തരുവും നമ്മുടെ ഉള്ളങ്ങൾ തുറക്കാം. ഈ അവസരം നമുക്ക് ഈശ്വര പക്കലേക്ക് പ്രാർത്ഥനാപൂർവ്വം നമ്മളെയും നമ്മുടെ തലമുറകളെയും ചേർത്ത് വെക്കാം. കർത്താവായ ഈശോയെ, ലോകം മുഴുവൻ്റെയും പാപം നീക്കുന്ന കുഞ്ഞാട് അങ്ങാണല്ലോ. യേശയ്യായ്ക്ക് ദർശനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി കർത്താവിൻ്റെ സഹനദാസനാണ് മിശിഹ. ജനം മുഴുവൻ്റെയും പാപം, ശാപം, രോഗം, അകൃത്യങ്ങൾ വഴിപിടിച്ച അവസ്ഥ മുഴുവനും ആ സഹനദാസനാണ് പേറുന്നത്. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകൻ്റെ ഉള്ളിൽ ചേർക്കുന്ന പോലെ തൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ലോകം മുഴുവനും ചേർത്ത് വെച്ച് സകലവിധ തലമുറകളിൽ കടന്നു വരുന്ന സ്വാധീനങ്ങളിൽ നിന്നും നാരകീയമായ ഇടപെടലിൽ നിന്നും സമ്പൂർണ്ണ സംരക്ഷണം നൽകാൻ അങ്ങ് എന്തുമാത്രം ആഗ്രഹിക്കുന്നു ഈശോയെ. അതിന് അന്നത്തെ ജെറുസലേം സമ്മതിക്കാത്തത് കൊണ്ട് അങ്ങ് വിലപിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാർ വഴി ഒരുപാട് നന്മകൾ മാതാക്കൾ വഴിയും തലമുറകളായി ഞങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നന്ദിയോടെ ഞങ്ങൾ അവയെ സ്വീകരിക്കുന്നു. ഒപ്പം അറിഞ്ഞും അറിയാതെയും കടന്നു കയറിയ തിന്മയുടെ ദുസ്വാധീനങ്ങൾ അവയിൽ നിന്നുള്ള വിടുതൽ ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എങ്കിലേ പിശാചിൻ്റെ പ്രവൃത്തികൾ മുഴുവനും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് നീങ്ങിപ്പോവുകയുള്ളൂ. കർത്താവേ, ഞങ്ങളുടെ പ്രകാശം ഞങ്ങൾക്ക് ആഴപ്പെടുത്തി തരണമേ. ഞങ്ങളുടെ കുരിശൻ്റെ ചുവട്ടിലേക്ക് തള്ളക്കോട്ട് ചെറുകൻ്റെ കീഴിൽ കുഞ്ഞുങ്ങളെന്ന പോലെ ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നു. കർത്താവായ ഈശോയെ, പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ എളിയ ദാസനെ കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച്
പാലാരൂപതരെ വാഗമൺ മണ്ഡലം ധ്യാനകർത്തൃ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ നാമത്തിന് മക്കളുടെ മേൽ കരമൊരുദാസൻ ആശീർവദിക്കുന്നു. അങ്ങയുടെ വചന വെളിച്ചത്തിന് കാതോർത്ത് ആ ദൈവരാജ രഹസ്യങ്ങൾ ശിശുഭാവത്തോടെ സ്വീകരിച്ച് അങ്ങയുടെ വിശുദ്ധീകരണ കൃപാവര നിറവിനായിട്ട് സ്പർശനത്തിനായിട്ട് കാത്തു നിൽക്കുന്ന ഈ മക്കളുടെ മേലും ഇവിടെ എല്ലാ തലമുറകളുടെ മേലും അങ്ങയുടെ തിരുരക്തം സൗഖ്യസ്പർശനമായി ഈ നിമിഷം ഒഴുകി ഇറങ്ങട്ടെ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.